കാസർഗോഡ് നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള 65 വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ IIT സംഘമെത്തി. പാലം പൊളിച്ചു നീക്കാതെ നടത്തുന്ന ദേശീയപാത വികസനത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് സംഘമെത്തിയത്. ബലക്ഷയം നേരിട്ട പാലം പൊളിച്ചു നീക്കണമെന്ന ആവശ്യമുയർന്നിട്ട് കാലങ്ങളായി. പഴയ പാലം നിലനിർത്തിക്കൊണ്ടുള്ള ദേശീയ വികസനം അനുവദിക്കില്ലെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. ബലക്ഷയം സംഭവിച്ച നീലേശ്വരത്തെ പഴയ പാലം പൊളിച്ചു നീക്കണമെന്ന ആവശ്യമുയർന്നിട്ട് 10 വർഷത്തിലേറെയായി. മാർക്കറ്റ് ഭാഗത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് പാലത്തിന്റെ അടിവശം താഴ്ന്നത് കാരണം ജാക്കി വെച്ച് ഉയർത്തിയതടക്കം ഇതിന്റെ കാലപ്പഴക്കവും അപകടാവസ്ഥയും വ്യക്തമാക്കുന്നു. പരിശോധനയ്ക്കെത്തിയ IIT സംഘം അരമണിക്കൂറോളം നേരം പാലത്തിന്റെ അടിവശം പരിശോധിച്ച് ചിത്രങ്ങൾ പകർത്തി. വർഷങ്ങൾക്ക് മുൻപ് പാലത്തിലുണ്ടായ വിള്ളലുകളടക്കം നേരിൽ കണ്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാൽ നീലേശ്വരം പാലത്തിലൂടെയുള്ള യാത്ര അപകടകരമെന്ന് വ്യക്തം. എന്നിട്ടും നീലേശ്വരത്തെ പാലം പൊളിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകാത്തത് കടുത്ത പ്രതിഷേധങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് IIT സംഘവും NHI പ്രതിനിധികളും ചേർന്ന് പാലം പരിശോധനയ്ക്കായി എത്തിയത്. പാലത്തിന്റെ അടിവശം പരിശോധിച്ച IIT സംഘം ഇത് പ്രാഥമിക പരിശോധന മാത്രമെന്നാണ് മറുപടി നൽകിയത്. അതേസമയം DPR തയ്യാറാക്കിയപ്പോൾ 2 പുതിയ പാലങ്ങളാണ് ഉൾപ്പെടുത്തിയതെന്നും എന്നാൽ ചിലരുടെ താൽപര്യങ്ങളും ഇടപെടലുകളും കാരണം പാലം പൊളിക്കുന്നത് ഇല്ലാതാക്കിയെന്ന് സമരസമിതി ആരോപിച്ചു. എല്ലാ സ്ഥലത്തും 6 വരി പാതയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 5 വരി പാത എന്ന നിലയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. NHI മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ കാരണം വെച്ചാൽ ഇതിപ്പോൾ പഴയ പാലമാണ്. ഇതിപ്പോൾ ഇത്ര ഉയരത്തിൽ ഇത് കെട്ടാനുള്ള കാരണം തന്നെ ഇതിലൂടെ ബോട്ട് പോകേണ്ട ഒരു സൗകര്യം കൂടെ വേണമെന്നില്ല. അപ്പോൾ ഇത് ചെറുത് നിലനിർത്തിക്കൊണ്ടാണ് ദേശീയപാത ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെയാണ് ഏറ്റവും വലിയ പ്രക്ഷോഭം നമുക്കുള്ളത്. നീലേശ്വരം നെടുങ്കണ്ട മുതൽ എലിവേറ്റഡ് ബ്രിഡ്ജ് വേണമെന്ന് നഗരസഭ അഡ്ഹോക് കമ്മിറ്റി അടക്കം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ 1958 നിർമ്മിച്ച പാലം പൊളിച്ചില്ലെങ്കിൽ നീലേശ്വരം ടൗൺ സമരമുഖമായി മാറും. അമൃത ന്യൂസ്, കാസർഗോഡ്.